വിരുന്നിൻ്റെ ടീം ഇപ്പോഴുള്ളത് UAE അജ്മാനിലാണ്. 1987 സ്ഥാപിതമായ റഹ്മ ഗാരേജ് എന്ന വലിയൊരു സ്ഥാപനം 2016 എത്തുമ്പോൾ വലിയ ഒരു തൊഴിൽ സംരംഭമായി മാറിയിരിക്കുന്നു എന്നുള്ളത് നമുക്കൊരുപാട് സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. മലയാളികളടക്കം ഒട്ടനവധി രാജ്യക്കാർ ജോലി ചെയ്യുന്ന ഈ ഒരു സ്ഥാപനം നന്ദേട്ടനേക്കാൾ കൂടുതൽ അജ്മാനിലെ മലയാളികൾ സന്തോഷിക്കുന്നൊരു കാര്യമാണ്. സ്നേഹത്തോടു കൂടി വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീ VK നന്ദനെ. നമസ്കാരം സാർ. ഈ ഒരു പ്രവാസ ജീവിതം ആരംഭിക്കാനുണ്ടായ സാഹചര്യം എന്നൊന്ന് പറയാമോ? 83 വരണമെന്നൊരു മുന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അളിയാൻ ഇവിടെ ഉണ്ടായിരുന്നു, ഗാരേജ് ആയിരുന്നു, വർക്ക്ഷോപ്പായിരുന്നു. അളിയാൻ വിസ എടുത്താണ് മുനിസിപ്പാലിറ്റി, അജ്മാൻ മുനിസിപ്പാലിറ്റി. അങ്ങനെ 83 വന്നു. അവിടെ 10 കൊല്ലം ജോലി ചെയ്ത് കുറേ അധ്വാനിച്ച് കുറേ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട് അവിടെ. അതിൻ്റെ ഇടയ്ക്ക് അളിയാൻ വിസ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗാരേജ് തുടങ്ങിയത്. പെങ്ങളുടെ ഭർത്താവ് മൂപ്പർക്ക് വിസ എടുക്കാൻ വേണ്ടി തുടങ്ങി. 87 രണ്ടാൾ കൂടി തുടങ്ങി. അവിടുന്ന് ഞാൻ മുനിസിപ്പാലിറ്റിയിൽ പോയി നേരം പിന്നെ ഇവിടെ ഗാരേജ് വിട്ടുകൊടുത്തില്ല. എല്ലാവരും പറഞ്ഞു നിർത്തിക്കൂടെ, എന്ത് മുനിസിപ്പാലിറ്റി വിസയായിട്ട് അല്ല ജോലിയായിട്ട് നടന്നു പറയുന്നത്. അതൊന്നും നമ്മളൊന്നുമില്ല. എന്തായാലും നമ്മൾ തുടങ്ങിയതല്ലേ, ഒരേ ഇതാണല്ലോ, നമ്മൾ വിചാരിക്കാത്തൊരു ഇതാണ്. ആക്സിഡന്റൊക്കെ നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ കുറെ ഒരു 89 ആക്സിഡന്റ്, നവംബർ 14 ആക്സിഡന്റ് ആവണത്. നവംബർ 14 പിന്നെ നവംബർ ഡിസംബർ ഇവിടുത്തെ നാഷണൽ ഡയറി എന്നാണ് കയറ്റി വിടുന്നത്. നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി അല്ല, അവനെ കയറ്റി വിട്ടു. ഇവിടെ 16 ദിവസം കിടന്നു. അങ്ങനെ കുറെ ബുദ്ധിമുട്ടായി അവനെ കയറ്റി വിട്ട് ഹോസ്പിറ്റലിൽ. അവൻ എറണാകുളത്ത്. ഇപ്പോൾ എന്നിട്ട് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീണ്ടും കൊണ്ടുവരുന്നത്. അങ്ങനെ 93 അവിടെ നിന്ന് വിട്ടു. 10 വർഷം അവിടെ ഉണ്ടായി. പിന്നെ ഇവിടെ ശരിയായി. അവിടെ നിന്ന് റിലീസ് തന്നു. ഇവിടെ ശരിയായി നമ്മുടെ ഗാരേജ്. എന്തൊക്കെയാണ് ഈ റഹ്മ ഗാരേജിന്റെ വിജയത്തിന്റെ മൂല ഘടകം എന്ന് പറഞ്ഞാൽ എന്താണ്? രാവും പോലും രാത്രി പുലർച്ചെ 6 മണിക്ക് ഇറങ്ങി കഴിഞ്ഞ് രാത്രി 1 മണി വരെയൊക്കെ നിന്ന് കൊല്ലങ്ങളോളം, അത് 5-10 ദിവസം അല്ലെങ്കിൽ ഒരു മാസം എന്നല്ല, കൊല്ലങ്ങളോളം ജോലി ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ ആക്സിഡന്റ് ഒക്കെ ആകുമ്പോൾ പിന്നെ അന്നൊന്നും പണിക്കാരും കുറവല്ലായിരുന്നു. പണി നല്ല പണി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അറബികളായാലും ഒരു പോവില്ല. അറബികൾ എപ്പോഴും നല്ല ആളെ കണ്ടു കഴിഞ്ഞാൽ പണി ജോലിയും കാര്യങ്ങളും നല്ല കഴിഞ്ഞാൽ പിന്നെ അവര് വീണ്ടും വന്നോണ്ടിരിക്കും, വിട്ടുപോകില്ല അവര്. സത്യം ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ അവിടെ കിടക്കുന്ന 655 വണ്ടി ഉണ്ടല്ലോ, അതൊക്കെ 25 വർഷമുള്ള. അന്ന് ഞങ്ങളുടെ തൊട്ടടുത്ത് പോസ്റ്റ് ഓഫീസ് ഗാരേജ് ഉണ്ട്, അതിന്റെ മുതിരായിരുന്നു. ഇപ്പോഴും വരികയാണ് ഇപ്പോൾ വന്നോണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അന്ന് അധ്വാനിച്ച നല്ലപോലെ അധ്വാനിച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൈവം സഹായിച്ച് വിജയിക്കാൻ പറ്റും. സത്യസന്ധമായിട്ട്. പിന്നെ നമ്മൾ ഈ പെയിന്റൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പെയിന്റും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ അതിന്മേ ലാഭം, ചെറിയ ലാഭം നമ്മൾ നോക്കരുത്. ഇവിടെ എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ ഇവര് പെയിന്റ് അടിക്കുക, നല്ല ക്വാളിറ്റി അടിക്കില്ല, അല്ലെങ്കിൽ പകുതി മെറ്റീരിയൽ പകുതി ചേർക്കുക. അപ്പോഴാണ് ഈ ഒരു മാസം 2 മാസം ആകുമ്പോഴേക്കും ഡിമ്മായിട്ട് പല കളർ വ്യത്യാസമായിട്ട് വരുന്നത്. നമ്മൾ പരമാവധി നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുക. നമ്മൾ കമ്പനി കൊടുക്കണമെങ്കിലും കൂടുതൽ ഗ്യാരണ്ടി കൊടുക്കുക. എന്നാലും നമ്മൾ ചെയ്യണ സാധനങ്ങളൊക്കെ നല്ല കറക്റ്റായിട്ട് ചെയ്യണത്. പിന്നെ വല്ല കെമിക്കൽ സാധനങ്ങൾ ചിലപ്പോൾ കേട് ഒന്നുകൂടാന്നൊന്നുമില്ല, അത് കമ്പനി ഗ്യാരണ്ടി ഉണ്ട്. നമ്മളിപ്പോൾ പെയിൻ്റ് അടക്കം നമ്മൾ
കമ്പനിയുടെയാണ് ഇവിടെ. മിക്സിംഗ് എല്ലാം അവിടെ ഉണ്ട്, ഇവിടെ തന്നെ ചെയ്യുന്നു. എല്ലാം. ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും റഹ്മ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് ഇന്ന് അജ്മാനിൽ മാത്രമല്ല യുഎയുടെ പല ഭാഗങ്ങളിലേക്കും എത്തിക്കഴിഞ്ഞു. ആ സാഹചര്യത്തിൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ള ഉറപ്പ് എന്തുകൊണ്ടാണ്? എന്നാല് നമ്മളിപ്പോൾ ഒരു ഞാൻ ഈ സ്ഥാപനം അടച്ചാലും വേണ്ടില്ല, ഞാൻ ഈ ജോലി ചെയ്യണ ജോലി ഉണ്ടല്ലോ കള്ളത്തരത്തിൽ ചെയ്യാൻ ഞാൻ പണിക്കാരോടും പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ അവർ പറയണ പൈസക്ക് നമ്മൾ കയറ്റി ചെയ്യുക, അവരെത്ര ശമ്പളം പറയണ ഇതാണ്. അതിപ്പോൾ ഇവിടെ 23 ആളുണ്ട്, അവരോട് ഞാനില്ലെങ്കിൽ ചോദിച്ചറിയാവുന്നതാണ്. എന്നാല് ജോലി നല്ല കറക്റ്റായിട്ട് ചെയ്യണം, അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ശരിയാവില്ല. അത് അല്ലാത്തവരെ നമ്മൾ വിടുകയും ചെയ്യും. അതിനുശേഷം അജ്മാനിലേക്ക് എത്തുമ്പോൾ അന്നത്തെ അജ്മാന്റെ കാഴ്ചകൾ, ഈ കാണുന്ന ഒരു ഡെവലപ്മെന്റ്സ് എന്തായാലും ഉണ്ടാവാൻ സാധ്യതയില്ല, എന്നാലും താങ്കളുടെ അന്നത്തെ കാഴ്ചകളൊന്ന് ഓർക്കുകയാണെങ്കിൽ. അജ്മാനിലിപ്പോൾ ഇപ്പൊ പഴയ സ്ഥലമായി എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ടാക്സി പോലെ വന്നിരുന്നില്ല. ടാക്സിക്കാരോട് ചോദിക്കണം ഉള്ളിൽ പോവോന്ന് ചോദിച്ചിട്ടേ അവര് കയറ്റുള്ളൂ, അല്ലെങ്കിൽ പുറത്ത് മെയിൻ റോഡിൽ ഇറക്കുള്ളൂ. ആ കാലമായിരുന്നു. ഇപ്പൊ ഈ ഭാഗത്തേക്ക് ആൾക്കാരെ വന്നിരുന്നില്ല. ഇപ്പൊ നമ്മുടെ മുനിസിപ്പാലിറ്റി ഉള്ള കാലത്ത് മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഇലക്ട്രിക്കൽ സെക്ഷനിലായിരുന്നു ജോലിയായിരുന്നത്. അപ്പൊ എല്ലാ സ്ഥലത്തും ജോലിക്ക് പോകണം. അജ്മാൻ എവിടെയൊക്കെ സ്ഥലമുണ്ട് അവിടെയൊക്കെ പോകണം. അങ്ങനെ ഷെയ്ഖിന്റെ വീട്ടില് എല്ലാ സ്ഥലത്തും പാലസിൽ, റൂറൽ ഓഫീസില്, എല്ലായിടത്തും ജോലി. അജ്മാനില് എത്ര സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ ആദ്യം വന്ന ആ ദിവസവും ഇന്ന് നമ്മുടെ ഈ ഇന്റർവ്യൂ എടുക്കുന്ന ഈ ദിവസവും തമ്മിൽ ഒന്ന് പുറകോട്ട് നോക്കുമ്പോൾ എന്താണ് മനസ്സിൽ ഓടിയെത്തുന്നത്? നമ്മുടെ കുറേ ദൈവാനുഗ്രഹവും പിന്നെ നമ്മൾ ആയിട്ട് കൂട്ടുകൂടുന്ന ആൾക്കാരൊക്കെ നമുക്ക് പല ഹെൽപ്പുകളും ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ സത്യസന്ധമായിട്ട് കാരണമായിരിക്കും അവരൊക്കെ നമുക്ക് ഹെൽപ്പുകൾ കണ്ടമാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമുക്ക് എന്ത് തരും, പൈസയുടെ കാര്യമായാലും എന്തിനും ഒരുപാട് സഹായങ്ങൾ പല മേഖലകളിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നമുക്ക് പൈസ വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ കൊടുത്തേരാനുള്ള അല്ല, അതിപ്പോൾ നമ്മളോടുള്ള ഇതുകൊണ്ട് എന്താണെന്ന് അറിയില്ല. ഈ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ അതെങ്ങനെയാണ് ആ ഒരു രംഗത്തേക്കുള്ള വരവ്? ഇപ്പോൾ നമ്മുടെ സേവനം ശ്രീനാരായണ ഗുരുവിൻ്റെ തീർച്ചയായിട്ടും അതിലെ ഒരു ചെറിയൊരു പ്രവർത്തനമാണ്. നമ്മളെ കൊണ്ടാവുന്ന ചെറിയ ഇതൊക്കെ ചെയ്യാറുണ്ട്. അജ്മാൻ ശാഖ, അജ്മാന് 10ാം നമ്പറാണ് ഞങ്ങളുടെ ശാഖ. അപ്പം അതിന്റെ പ്രവർത്തനങ്ങൾ അതിലൂടെ തന്നെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അവര് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കോൺട്രിബ്യൂഷൻസ് ചെയ്തു കൊടുക്കാറുണ്ട്. ഇല്ലാന്ന് പറയില്ല വന്നു കഴിഞ്ഞാൽ. അതിപ്പോ ഏത് ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യൻസിന്റെ ഏത് നമ്മളിവിടെ അത് എല്ലാവർക്കും അറിയണം. തീർച്ചയായിട്ടും. നാട്ടിലെ വിശേഷങ്ങൾ, അന്നത്തെ ഓർമ്മകൾ, സ്നേഹം എന്ന് പറഞ്ഞാൽ ഞങ്ങള് പഠിച്ചത് പാവർട്ടി സെന്റ് ജോസഫ് സ്കൂളിലായിരുന്നു. അവിടെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങള് ഹോട്ടലായിരുന്നു, പാവർട്ടി പള്ളിയണക്കിൽ തന്നെ. എന്താ ഹോട്ടലിന്റെ പേര്? അന്നത്തെ അജിത്ത് ഹോട്ടൽ. 33 വർഷത്തിന് മുമ്പ്. 83 വരെ ഉണ്ട്. ഇപ്പോഴും ഉണ്ട് ഹോട്ടല്. അജിത്ത് ഹോട്ടൽ ഉണ്ട് ഇപ്പോഴും? ഇപ്പോഴും ഉണ്ട്. അത് വേറെ പോകുന്നേ ഉള്ളൂ. പേര് അത് തന്നെയാണ്, അജിത്ത് ഹോട്ടൽ? ഹോട്ടലില്ല. ശരി ശരി, കട അവിടെ ഇട്ടേക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം അന്ന് ഹോട്ടലിൽ ഒരു 76 10ാം ക്ലാസ് കഴിച്ച് 76 തൊട്ട് 83 വരെ അവിടെ ഉണ്ടായിരുന്നു. അവിടുന്ന് പോന്നു. നാട്ടില് കൂട്ടുകാരെ ഓർമ്മകൾ എന്തൊക്കെയാണ്? നാട്ടില് കൂട്ടുകാരന്മാര് കുറേ ഉണ്ട്. എന്തായാലും ഹോട്ടലാണല്ലോ, എല്ലാവരും സ്നേഹത്തിൽ തന്നെ. നാട്ടിൽ കുടുംബാംഗങ്ങളുടെ പേരൊക്കെ എന്താണ്? വീട്ടിൽ അച്ഛനമ്മ? അച്ഛനും കുറെ കാലമായിട്ട് ഹോട്ടലും തന്നെയായിരുന്നു. പേരെന്തായിരുന്നു? കുഞ്ഞുമോൻ. വെള്ളാപറമ്പിൽ കുഞ്ഞുമോൻ. അമ്മയുടെ പേര്? അമ്മയുടെ പേര് കല്യാണി. പിന്നെ 2 ഏട്ടൻ, അനിയൻ, ചേച്ചി, അനിയത്തി, എല്ലാവരും ഉണ്ട്. അവരെല്ലാം ഇപ്പം ഏട്ടനോടെ ഉണ്ട്. ഏട്ടനും ഗാരേജ്, പിന്നെ അനിയനും ഉണ്ട്. അനിയൻ മറ്റേ ഗാരേജിലുണ്ട്. ഇവിടെ ഒരു വാഹനം ഉപയോഗിക്കുന്ന ആൾ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അത് നമ്മുടെ നാടിൻ്റെ നിയമങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇവിടെ എന്തൊക്കെയാണ് സൗകര്യങ്ങൾ കൂടുതലുള്ളത്? അതിനെക്കുറിച്ചൊന്ന് പറയാം. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു വാഹനം ഇടിച്ചു കഴിഞ്ഞാൽ ഗാരേജിൽ പോകുന്നതിന് മുമ്പായി? വാഹനം ഇടിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആദ്യം പോലീസിനെ വിളിച്ച് തീർച്ചയായിട്ടും കംപ്ലൈൻറ്റ് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ആരാണ് ഫോൾട്ട് എന്നുള്ളത് അവർ നോക്കി എഴുതി തരും. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ്, നമ്മുടെ ഫോൾട്ടായാലും ആരുടെ ഫോൾട്ടായാലും ഇൻഷുറൻസിൽ പോവുക ആദ്യം. പിന്നെ അത് കഴിഞ്ഞ് ഇൻഷുറൻസിൽ പോയിട്ട് അവർ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ഇൻഷുറൻസിലൊക്കെ കണ്ടമാനം ടൈം പിടിക്കുകയും, ഇപ്പോൾ 1 ആഴ്ച 2 ആഴ്ചയൊക്കെ ചെറിയ പണിയുള്ളതാണെങ്കിൽ നമ്മുടെ കരയിൽ വരും.
ഓ, വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർ പൈസ ക്യാഷ് കയ്യിൽ നിന്ന് എടുത്ത് തന്നിട്ട് തരും. വളരെ വേഗം ചെയ്ത് വിടാവുന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ നമ്മുടെ വർക്ക് കണ്ടിട്ട് ഇപ്പോൾ താങ്കൾ പറഞ്ഞു വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള അറബി കസ്റ്റമേഴ്സ് പോലും ഇപ്പോഴും നമ്മോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞു. അത്തരത്തിൽ ഒരു സന്തോഷകരമായ അനുഭവങ്ങൾ, നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്ത അനുഭവങ്ങൾ ഓർമ്മയുണ്ടോ? നമ്മളെ അഭിനന്ദിച്ച അനുഭവങ്ങൾ ഓർമ്മയുണ്ടോ? അറബികൾ ഇപ്പോഴും വന്നിട്ട് പറയും നന്ദൻ്റെ പൈസ കൂടുതലായാലും പണി മസ്ബൂത്താണെന്ന് പറയും. അവരാദ്യം അത് പറയും. എന്നാലും അവര് പോവില്ല. പൈസ കൂടിയാലും നമുക്ക് പൈസ നല്ല ക്വാളിറ്റി സാധനങ്ങൾ അടിക്കുമ്പോൾ നമുക്ക് പൈസ കൂടുതലില്ലാണ്ട് പറ്റില്ലല്ലോ. എന്തായാലും പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് എന്തായാലും മാസാവസാനം എന്തായാലും നമുക്ക് കിട്ടണല്ലോ. അപ്പൊ നമ്മളിപ്പോ 500 രൂപയുടെ പണിയാണെങ്കിൽ ഒരു 100 രൂപേനെ നമുക്ക് കിട്ടണല്ലോ. ബാക്കി വണ്ടിയുമ്പോ ചിലവില്ല. അതും കിട്ടിയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പൊ ഈ മറ്റുള്ളവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പകുതി പോക്കറ്റിൽ വെക്കാനുള്ള ഇതാണ് നോക്കുന്നത്. ഈ നല്ല ക്വാളിറ്റി പെയിന്റ് അടിക്കാണ്ടേ. അതുകൊണ്ടാണ് ഈ പെയിന്റും കാര്യങ്ങളൊക്കെ നാശമായിട്ട് വരുന്നതും. അല്ലാണ്ട് മറ്റുള്ള രീതിയിലൊന്നല്ല, പണി അറിയേണ്ടതൊന്നല്ല. അവര് നല്ല ക്വാളിറ്റി അടിക്കില്ല. ഓ അതെ അല്ലേ. നല്ല ക്വാളിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നന്നായിട്ട് നിലനിൽക്കുകയും ചെയ്യും. പിന്നെ നല്ല പണിക്കാരും അല്ല. ഇപ്പൊ എന്തൊരു പണി എടുക്കുമ്പോൾ ഡെന്റിങ്ങിന്റെ പണി, ഇടിച്ച പണിക്ക് എന്ന് പറഞ്ഞാൽ നല്ല പണിക്കാരാണെങ്കിൽ തന്നെ അത് ക്ലിയർ ആയിട്ട് വരുള്ളൂ. ഈ റഹ്മാൻ എന്നുള്ള പേരായിരുന്നു സെലക്ട് ചെയ്തത്? അത് അറബിയുടെ മകൻ തന്നെ, സ്പോൺസറിന്റെ. അറബിയുടെ രണ്ടാമത്തെ മകനായിരുന്നു കബീല്. അവൻ 87 തൊട്ട് 91 വരെ ഉണ്ടായിരുന്നു. ആക്സിഡന്റിൽ മരിച്ചു. ഇവിടെ നമ്മുടെ മൽക്കാനിൽ നിന്ന് അങ്ങോട്ട് വരുമ്പോൾ വണ്ടി മറിഞ്ഞ് പെട്ടെന്ന് മരിച്ചു. സ്പോട്ടിൽ തന്നെ മരിച്ചു. അത് കഴിഞ്ഞിട്ട് അവന്റെ ഉപ്പയായിരുന്നു. ഉപ്പ 19 കൊല്ലം ഉപ്പയുണ്ടായിരുന്നു. അവരൊക്കെ നല്ല. പിന്നെ ഏറ്റവും താഴെയുള്ളവനാണ് ഇപ്പോ കഫീല്. അവൻ ചെറിയ കുട്ടിയായിരുന്നു. അവനാണ് ഇപ്പോ കഫീല്. ഫയർ ഇതിലാണ്. അവന് ചെറുപ്പം മുതലേ നമ്മളറിയാലോ. അപ്പൊ അവനാണ് എല്ലാ കാര്യവും. അവരൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടാവും. അതെ, 29ഓളം വർഷങ്ങളായി തന്നെ എല്ലാവരുടെ മനസ്സിലേക്ക് എത്തിയ, വാഹന ഉപഭോക്താക്കളുടെ മനസ്സിലേക്ക് എത്തിയ ഒരു സ്ഥാപനമാണ്. ഈ ഒരു അവസരത്തിൽ താങ്കളുടെ ഈ ജീവിത വിജയത്തിന്റെ പിന്നിലേക്ക് നോക്കുമ്പോൾ ആരോടൊക്കെയാണ് നന്ദിയും കടപ്പാട് കൊടുക്കുന്നത്? എൻ്റെ കസ്റ്റമറോട് നല്ല പോലെ എനിക്ക് കടപ്പാടുണ്ട്. അതിലെ കസ്റ്റമർ പോയിട്ട് അവരൊരു 10 ആളോട് പറയണം എന്നെ പറ്റിയിട്ട്. അല്ലാണ്ട് പിന്നെ അവരെ ആൾക്കാർ സ്നേഹിതന്മാരായാലും മറ്റുള്ളവരും വരില്ലല്ലോ. അത് ഏറ്റവും കൂടുതൽ കടപ്പാട് അവരോട് തന്നെയാണ്. എന്തായാലും കസ്റ്റമർ നല്ല ജോലി ചെയ്തു കൊടുത്ത കാരണമാണ്. എന്നാലും അല്ല, അവരിപ്പോ നല്ലത് പറയണമെന്നില്ലല്ലോ. അതെ, തീർച്ചയായിട്ടും. അങ്ങനെയുണ്ട് കുറെ നമുക്ക് ഇത്രയും പേരും കാര്യങ്ങളും. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ പരസ്യം മറ്റുള്ളത് ഉണ്ടായിട്ടൊന്നുമല്ല നമ്മള് ഇത്രയും ഇതെത്തി. താങ്കളിപ്പോ താമസിക്കുന്നത് അജ്മാനിൽ തന്നെ ഒരു ഇൻഡിപെൻഡന്റ് വില്ലേജിലാണ്. അവിടെ തന്നെ. അതല്ലേ, അവിടുത്തെ വിശേഷങ്ങൾ ആരൊക്കെയാണുള്ളത്? വൈഫ്, കുട്ടികൾ, അവരുടെ പേരും വിവരങ്ങളൊക്കെ? ഇവിടെ ഭാര്യയുണ്ട്, മകളുണ്ട്, മകളുണ്ട്. പിന്നെ വൈഫിന്റെ പേര് ഷീബ. മകന്റെ പേര് അഭിഷേക് നന്ദനൻ. ഇവിടെയാണോ പഠനം? ഇവിടെ പഠനം. ബികോമിന് ലാസ്റ്റ് ഇയർ ആണ്. ജനിച്ചു വളർന്ന ഇവിടെ തന്നെ? മോൻ 2 വയസ്സുള്ള പോകുന്നതാണ്. മോള് ഇവിടെ ജനിച്ചു 2000. മോളുടെ പേര് പേരെന്താണ്? അഭിനയ നന്ദനൻ. എങ്ങനെയുണ്ട് 10ാം ക്ലാസ്സിന്റെ മാർക്ക്? നല്ല മാർക്കുണ്ട്. അതല്ലേ, ഇവിടെ പഠിച്ച് നല്ല സന്തോഷകരമായി വിദ്യാഭ്യാസം. അതെ അതെ അതെ. സാറേ, ഇനി ഫ്യൂച്ചർ പ്ലാനുകൾ, ഇപ്പം എന്തായാലും ഒരു വലിയ വർഷത്തെ പരിചയമാണുള്ളത്. ഇനിയുള്ള വർഷങ്ങൾ അല്ലെങ്കിൽ മനസ്സിലേക്ക് എന്തെങ്കിലും പ്ലാനുകളുണ്ടോ? നാട്ടിൽ പോയാലും കൃഷിയും കാര്യങ്ങളായിട്ട് നടക്കണമെന്നാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഗ്യാരേജ് പോയി വളർത്തണമെന്നില്ല. ഗ്യാരേജ് ഇവിടെ മകണ്ടല്ലോ, അതിനെ കൊണ്ട് അളന്ന് പറ്റുമെന്ന് നോക്കട്ടെ. കൃഷി ചെന്ന് കഴിഞ്ഞാൽ ഗ്യാരേജിലേക്കൊന്നും പോകില്ല. ഈ കൃഷിയും കാര്യത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ ഉള്ളതാണ്. ഈ പ്രവാസ ജീവിതത്തിൽ ഇവിടുത്തെ മണലാരണ്യത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ നാടിനോടും നാട്ടിലെ കൃഷിയോടുമൊക്കെ ഉള്ള ആ ഒരു സ്നേഹം അതെങ്ങനെ പങ്കുവയ്ക്കുന്നു? സത്യം പറഞ്ഞാൽ ഇവിടെ വന്നവർക്ക് നാട്ടിലത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ എപ്പോഴും ഓർമ്മയുണ്ടാവുന്ന എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാണ്. അതിൽ ഇവിടെയും ഇപ്പൊ പിന്നെയും ഇവിടെ മരങ്ങളും ചെടിയും ഇതൊക്കെ നിറഞ്ഞു. ഭരണകാലത്ത് എന്താ ഉള്ളത്? ഒന്നുമില്ല, മരുഭൂമി തന്നെയാണ് സത്യം പറയാൻ. കൃഷിയും കാര്യങ്ങളും ആയിട്ട് നടക്കുക നല്ലതെന്ന് എൻ്റെ അഭിപ്രായം. വലിയ വലിയ പ്രസ്ഥാനങ്ങളിലേക്ക് തീർന്നു പോകട്ടെ. താങ്കളുടെ കുടുംബത്തിനും താങ്കൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നേരുന്നു. ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങൾ ചെലവഴിച്ചതിൽ ഞങ്ങളുടെ ഹൃദയം നന്ദി അറിയിക്കണം സാർ. താങ്ക് യു വെരി മച്ച്.